തീരം തല്ലും തിരമാല പോലെ, ചൂളം കുത്തും കൊട്ടിൻകാറ്റ് പോലെ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐ ഇരിട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഉത്തര കേരള കബഡി ഫെസ്റ്റ് ഇരിട്ടി ഇ.കെ. നായനാർ സ്മാരക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ആവേശകരമായി സമാപിച്ചു. കരുത്തരായ 16 ടീമുകൾ അണിനിരന്ന ടൂർണമെന്റ് 5 റഫറിമാരുടെ കർശന നിയന്ത്രണത്തിലാണ് നടന്നത്. മൈതാനത്തെ ആവേശം കൊടുമുടിയിലെത്തിച്ച് കമന്ററിയും ആരംഭത്തിലെ കൈകൊട്ടിക്കളിയും ടൂർണമെന്റിനെ ഉത്സവമാക്കി മാറ്റി. കെ ശൈലജ ടീച്ചർ കബഡി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ കരാളഹസ്തത്തിൽ നിന്ന് യുവതലമുറയെ കായിക രംഗത്തേക്ക് നയിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശൈലജ ടീച്ചർ അഭിപ്രായപ്പെട്ടു. വിവിധങ്ങളായുള്ള പ്രവർത്തനങ്ങളാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. സമത്വപൂർണമായിട്ടൊരു സമൂഹം നിലവിൽ വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. പുലർച്ചെ 2 മണിയോടെ നടന്ന അതിവാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ SN ചെണ്ടയാടും ആര്യൻസ് കോഴിക്കോടും തമ്മിലായിരുന്നു മാറ്റുരച്ചത്. കാണികളെ മുൾമുനയിൽ നിർത്തിയ മത്സരത്തിനൊടുവിൽ നേരിയ വ്യത്യാസത്തിൽ ആര്യൻസ് കോഴിക്കോടിനെ പരാജയപ്പെടുത്തി SN ചെണ്ടയാട് കിരീടം ചൂടി. വിജയികളായ ചെണ്ടയാടിന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KG ദിലീപ് ട്രോഫിയും ക്യാഷ് പ്രൈസും കൈമാറി. റണ്ണറപ്പായ ആര്യൻസ് കോഴിക്കോടിന് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ ക്യാഷ് പ്രൈസ് കൈമാറി. കെ സനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV ബിനോയി സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ KV സക്കീർ ഹുസൈൻ, KG ദിലീപ്, PP അശോകൻ, വി വിനോദ് കുമാർ, M സുമേഷ്, മനോഹരൻ കൈതപ്രം, AP അനീഷ് എന്നിവർ സംസാരിച്ചു. പുലർച്ചെ 2:30 അവസാനിച്ച ഈ കബഡി മാമാങ്കം സംഘാടന മികവുകൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഇരിട്ടിയുടെ കായിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒന്നായി മാറി. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.